ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും പാലക്കാട് കോട്ടയിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ നാത്തുവിൻ്റെ, അതായത് എൻ്റെ ഏട്ടൻ്റെ ഭാര്യയുടെ വീട്ടിലേക്ക് ഒരു യാത്ര പോകണം, ഒരു വിരുന്ന് പോകണം. ഞാനും അമ്മയും ചേർന്നിട്ടാണ്. പാലക്കാട് ശേഖരപുരത്തിൻ്റെ ആ റോഡ് സൈഡുള്ള ഫ്രൂട്ട് കടയിൽ നിന്നാണ് ഞങ്ങൾ ഫ്രൂട്ട്സ് എല്ലാം വാങ്ങിച്ചത്. തല പോണ വിലയാണ് കേട്ടോ. പാലക്കാട് കത്തി നിൽക്കുന്ന ഒരു ചൂടാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ പാലക്കാട് ഫ്രൂട്ട്സിനൊക്കെ നല്ല വിലയുണ്ടെന്ന് വിചാരിക്കും. എല്ലാവരുടെയും വിലയുണ്ടെന്ന് വിചാരിക്കുന്നു. ഇറാനിയൻ ആപ്പിൾ, മറ്റേ തായ്ലാൻഡ് ഗുവ എന്നൊക്കെ പറഞ്ഞ് അയാൾ ഒരുപാട് റേറ്റൊക്കെ പറഞ്ഞു. ഞങ്ങൾ എന്തായാലും ബാർഗെയിൻ ചെയ്ത് കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചിട്ട് ഞാനും അമ്മയും കൂടെ, എൻ്റെ പിങ്കിയിലാണ് യാത്ര. അപ്പോൾ പാലക്കാട് കമ്പയിലാണ് എൻ്റെ നാത്തൂൻ്റെ വീട്. അതാണ്ടോ പ്രീതിയുടെ അമ്മയാണത്. ഞങ്ങൾക്ക് ഇഷ്ടം പോലെ ഭക്ഷണം, എന്താ ടേസ്റ്റ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വന്നത് പാലക്കാടാണ്. കത്തുന്ന വെയിലാണ്. ഞാനും എൻ്റെ അമ്മയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഐസ്ക്രീം കടയിൽ നിന്ന് 2 ഐസ്ക്രീം വാങ്ങിച്ചു, എനിക്കും അമ്മയ്ക്കും. അമ്മയ്ക്ക് വന്നിട്ട് സ്ട്രോബെറിയും എനിക്ക് വന്നിട്ട് വാനിലയും. ഒരു കുട്ടി ഞങ്ങളുടെ ഐസ്ക്രീം കണ്ടിട്ട് നല്ലോണം കത്തുന്നുണ്ടായിരുന്നു. ഒന്ന് വാങ്ങിച്ചു കൊടുക്കാൻ വിചാരിച്ചു, പക്ഷേ അവന് വയ്യാ തോന്നുന്നു. അപ്പം നമ്മുടെ ഈ പാലക്കാട് കോട്ടയുടെ അടുത്ത് തന്നെ ആയിട്ടാണ് വാടികയിലാണ് ചിൽഡ്രൻസ് പാർക്ക് പോലെ കുട്ടികൾക്ക് കളിക്കാനുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പോൾ അവിടുന്ന് അവൻ താഴേക്ക് ഇറങ്ങി വന്നതാണ്, അവൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് വന്നതാണ്. പക്ഷേ അവൻ ഞങ്ങളുടെ ഐസ്ക്രീം കണ്ടിട്ട് ഒരേ കത്തായിരുന്നു. എത്ര നേരം കത്തിയെന്ന് അറിയില്ല. പക്ഷേ ഇത് ഞങ്ങളിട്ട് പാലക്കാട് കോട്ടയ്ക്കകത്ത് കയറി. ഹനുമാൻ ക്ഷേത്രം അതിൻ്റെ അകത്തുണ്ട്. അതുപോലെ തന്നെ എൻട്രൻസ് ഫീസായിട്ട് വലിയ ആൾക്കാർക്ക് 25 രൂപയാണ്. നമ്മൾ ഓൺലൈൻ പേയ്മെൻറ്റ് നടത്തുകയാണെങ്കിൽ 20 രൂപ മാത്രമേ ഉള്ളൂ. കോട്ടയ്ക്കകത്തുള്ള ഇതൊരു കുളമാണ്. നമ്മൾ ടിപ്പുവിൻ്റെ കോട്ട എന്ന് പറയും, എങ്കിലും ഇത് പണി കഴിപ്പിച്ചത് ഹൈദരാലിയാണ്. ടിപ്പുവിൻ്റെ അച്ഛനായിട്ടുള്ള ഹൈദരാലിയാണ്. അപ്പോൾ എനിക്ക് കുറച്ച് ഇത് ഷോർട്സ് വീഡിയോ ആയാലും കുറച്ച് വീഡിയോ മാത്രമേ എനിക്ക് ആഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഇതിൻ്റെ വിശദമായിട്ടുള്ള വിവരങ്ങൾ ഞാൻ എൻ്റെ ലോങ് വീഡിയോയിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇത് കോട്ടയ്ക്കകത്ത് ആരും കയറണം ഞാൻ കണ്ടില്ല കേട്ടോ. ഇൻഫർമേഷൻ ഹൗസ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ സെൻറ്റർ പറഞ്ഞിട്ടൊരു ഭാഗമുണ്ട്. ആ ഭാഗത്തിൽ ആ കോട്ടയുടെ ഇതും അതുപോലെ തന്നെ തൃശ്ശൂർ ഭാഗത്തുള്ള നമ്മുടെ നന്നങ്ങാടികളും അവിടുന്ന് കുഴിച്ചെടുത്തുള്ള പല കല്ലുകളും മാർക്ക് ചെയ്തിട്ടുണ്ട്. ABC എന്നൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് എന്തിനാ മാർക്ക് ചെയ്തിട്ട് എനിക്കറിയില്ല. ഞാനൊരു ചരിത്രാന്വേഷക അല്ലാത്തത് കാരണം ഞാൻ പോയി അതിൻ്റെ അകത്ത് കുറച്ച് വീഡിയോസ് എല്ലാം ഞാൻ എടുത്തു. ഇത് ഞാൻ വിശദമായിട്ട് ലോങ് വീഡിയോയിൽ ഇടുന്നതായിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും. പക്ഷേ പാലക്കാട് കോട്ടയിലേക്ക് വരുന്ന മിക്കവരും ഇതിൻ്റെ അകത്തേക്ക് കയറി ഞാൻ കണ്ടില്ല. ഞാൻ കയറിയ സമയത്ത് തന്നെ കുറച്ച് സ്കൂൾ കുട്ടികൾ അതുപോലെ തന്നെ ടീച്ചേഴ്സ് എല്ലാം കൂടി അങ്ങോട്ട് വന്നിട്ട് കോട്ടയ്ക്ക് ചുറ്റും ഒന്ന് നടന്നതല്ലാതെ ഇതിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുന്നത് കണ്ടില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ ഭാഗത്തായിട്ടൊരു ടോയ്ലറ്റ് ഉണ്ട്. അപ്പോൾ ടോയ്ലറ്റിൽ പോകുന്ന സമയത്താണ് ഞാനിത് ഇങ്ങനെ ഒരു സംഭവം കണ്ടത്. അപ്പോൾ എന്താ അതിൻ്റെ അകത്തേക്ക് കയറിപ്പോയത്, ഒരു ബോർഡൊക്കെ വെച്ചിട്ട്, പക്ഷേ ആൾക്കാരും അതിൻ്റെ അകത്തേക്ക് കയറണതായിട്ട് ഞാൻ കണ്ടില്ല. പക്ഷേ ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞു കൊടുക്കാനായിട്ട് അവിടെ ഒരു ചെറിയൊരു ബോർഡ് മാത്രമേ വെച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ആൾക്ക് അറിയുന്നില്ല. പക്ഷേ എന്തായാലും എൻ്റെ ലോങ് വീഡിയോയിൽ കാണാൻ